We have seen the Fourier integral representation of functions by certain conditions. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ആ ഫംഗ്ഷൻസിന് ചില പ്രത്യേകതകൾ ഉണ്ടാകുന്നു. അതായത് ഓഡ് ഈവൻ ഫംഗ്ഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും ഇത് കൂടാതെ ഒരു ഫംഗ്ഷന്റെ ഫൊറിയർ സൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്താണ്, ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻസിന് ഇന്റഗ്രേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ഗ്രാഫ് വൈ ആക്സിസിന് സിമെട്രിക് ആയിരിക്കും. വേറസ് ഒരു ഓഡ് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് കർവ് ഉള്ളതെങ്കിൽ അതിന് നേരെ നെഗറ്റീവ് സൈഡിലേക്കായിരിക്കും ഈ സൈഡിൽ ഉണ്ടാവുന്ന പോർഷൻ എന്ന് പറയുന്നത്. കർവിന്റെ വൈ ആക്സിസിന് നെഗറ്റീവ് സൈഡിൽ ഉണ്ടാവുന്ന പോർഷൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് ദി ജോമെട്രി. അപ്പോൾ നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ മൈനസ് എ തൊട്ട് എ വരെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ സപ്പോസ് ദിസ് ഇസ് മൈനസ് എ ആൻഡ് ദിസ് ഇസ് എ. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്റഗ്രേഷൻ ഇസ് ബേസിക്കലി ഗിവിംഗ് യു ദ ഏരിയ ബിലോ ദി കർവ് അല്ലെ. അപ്പോൾ ഈ ഏരിയ എത്രയാണോ സെയിം തന്നെയായിരിക്കും റൈറ്റ് സൈഡിലേക്ക് ഉണ്ടാവുന്ന ഏരിയയും. ഈ ഏരിയയും സെയിം ആയിരിക്കും. ഇത് 4 ആണെങ്കിൽ ഇത് 4 ആയിരിക്കും. സോ ടോട്ടൽ ഇന്റഗ്രൽ എന്ന് പറയുന്നത് 8 ആയിരിക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇന്റഗ്രൽ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 0 തൊട്ടിട്ട് എ വരെയുള്ള ഇന്റഗ്രൽ ചെയ്തതിന് ശേഷം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദറ്റ് ഈസ് ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഇസ് ഈവൻ ആണെങ്കിൽ 2 ടൈംസ് ഇന്റഗ്രൽ 0 ടു എ എഫ് ചെയ്താൽ മതി. സിമിലർലി ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ സപ്പോസ് നമ്മൾ മൈനസ് എ ടു എ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇത് മൈനസ് എയും ഇത് പ്ലസ് എയും ആണെങ്കിൽ മൈനസ് എ തൊട്ടിട്ട് പ്ലസ് എ വരെയുള്ള ഇന്റഗ്രൽ കാണുകയാണെങ്കിൽ ഈ സൈഡിലേക്ക് എത്ര ഇന്റഗ്രൽ ഉണ്ടോ അതേ ഏരിയ തന്നെയായിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് സൈൻഡ് ഏരിയ ആയിരിക്കും ഈ സൈഡിലേക്ക് ഉണ്ടാവും. ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്, വേർ എഫ് ഓഫ് എക്സ് ഇസ് an odd function. So this will be equal to integral minus a to 0 of f of x plus integral 0 to a f of x dx എന്നാണ് വരിക. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് ഞാൻ -4 ആണ് ഏരിയ എന്ന് വിചാരിക്കുക. റൈറ്റ് സൈഡ് ഉള്ളത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ഇത് +4 ആയിരിക്കും. അപ്പോൾ ആഡ് ചെയ്താൽ എപ്പോഴും എന്ത് വരും, 0 എന്ന് കിട്ടും. അതുകൊണ്ട് ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്, where f of x in odd function will always be equal to 0. ആ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഈവൻ ആണെങ്കിൽ അതിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിരിക്കും. ഓക്കെ, ഒരു ഓഡ് ഫംഗ്ഷന്റെയും ഈവൻ ഫംഗ്ഷന്റെയും പ്രോഡക്റ്റ് വീണ്ടും ഓഡ് ആയിരിക്കും. അതുപോലെ ഈവൻ ഇൻറ്റു ഈവൻ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഈവൻ ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും, രണ്ട് ഓഡ് ഫംഗ്ഷന്റെ പ്രോഡക്റ്റും ഈവൻ ആയിരിക്കും. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈവൻ ആണ്, സൈൻ ഒമേഗ എക്സ് ഓഡ് ആണ്. അപ്പോൾ ഈവൻ ഇൻറ്റു ഓഡ് എടുക്കുമ്പോൾ ഓഡ് ആയിരിക്കും. ദിസ് വിൽ ബി ഓഡ് ആൻഡ് therefore you can say that the integral of f of x, integral minus infinity to infinity f of x sin omega x dx എന്തായിക്കോളും, 0 ആയിക്കോളും. അതേപോലെ എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈവൻ ഇൻറ്റു ഈവൻ ആണ്. കാരണം കോസ് ഒരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈവൻ ഇൻറ്റു ഈവൻ എടുക്കുമ്പോൾ അഗെയിൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് ഇന്റഗ്രൽ മൈനസ് എ ടു എ നമുക്ക് എന്ത് ചെയ്യാം, 2 ടൈംസ് ഈ ക്യാപിറ്റൽ എ ഒമേഗ കാണുന്ന സമയത്ത് 2 ടൈംസ് ഇന്റഗ്രൽ 0 ടു എ. Therefore f of x is equal to integral 0 to infinity a omega cos omega x d omega എന്ന് എഴുതാം. കാരണം അവിടെ b omega ഉണ്ടാവില്ല, because b omega will be 0 for an even function, and that is called the Fourier cosine integral representation of the even function f of x. അപ്പോൾ ഒരു ഈവൻ ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷനിൽ കൊസൈൻ ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ഈവൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയും. നൗ സപ്പോസ് എഫ് ഓഫ് എക്സ് ഇസ് എൻ ഓഡ് ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് ഓഡ് ആണ്, കോസ് ഈവൻ ആണ്, അതുകൊണ്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എ ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായി പോകും, 1/π ഒരു കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ഈ ഇൻസൈഡ് ഫംഗ്ഷൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് ഇന്റഗ്രലിന്റെ വാല്യൂ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. സോ എ ഒമേഗ വാനിഷ് ചെയ്തു. അതുകൊണ്ട് അങ്ങനെയുള്ള ഓഡ് ഫംഗ്ഷന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷനിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ബി ഒമേഗ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ എന്നാണ് വരിക. ദിസ് ഇസ് കോൾഡ് ദി ഫൊറിയർ സൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ഓഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. സോ എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എടുക്കുമ്പോൾ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്നേ ഉണ്ടാവുള്ളൂ. കാരണം പ്ലസ് ബി ഒമേഗയിൽ ആ ബി ഒമേഗ എന്തായി പോകും, ബി ഒമേഗ 0 ആയി പോകും. അപ്പൊ അതുകൊണ്ട് ഈ ടേം ഉണ്ടാവില്ല. ഒരു എ ഒമേഗ കാണാനുള്ള ഫോർമുല ഇന്റഗ്രൽ
അല്ലെങ്കിൽ എ ഒമേഗ കാണാനുള്ള ഫോർമുല 1/π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് ആണ്. ദിസ് ഇസ് ആക്ച്വൽ ഫോർമുല. ആൻഡ് ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ ഇന്റഗ്രൽ നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ചെയ്യുന്നതിന് പകരം 2 ടൈംസ് അല്ലെങ്കിൽ 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് ചെയ്താൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ദി അഡ്വാൻറ്റേജ്. ഇൻഫിനിറ്റി വെച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും 0 വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ. 0യിലുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് കൂടുതൽ ഫെമിലിയർ ആയിരിക്കും. സിമിലർലി നമ്മൾ എഫ് ഓഫ് എക്സ് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അവിടെ എ ഒമേഗ 0 ആയി പോകും. അപ്പോൾ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ഉണ്ടാവുള്ളൂ. ആൻഡ് ഇവിടെ ബി ഒമേഗ കാണുന്ന ഫോർമുലയിൽ നമുക്ക് ഡയറക്ട്ലി വേണമെങ്കിൽ 1/π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഒക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അതിനെ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് എഴുതാം. സോറി ഡി എക്സ് എന്ന് എഴുതാം. ഇവിടെ ഡി ഒമേഗയാണ്, ഡി ഒമേഗ. കാരണം ഒമേഗയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സമ്മേഷന്റെ ജനറലൈസേഷൻ ആണ്. ആക്ച്വലി സമ്മേഷൻ ഓവർ എൻ എന്നുള്ളതിന്റെ ആ എന്നിന് പേരാണ് നമ്മുടെ ഒമേഗ കിടക്കുന്നത്. ഒമേഗയിലാണ് ഈ ഇന്റഗ്രേഷൻ വരേണ്ടത്. അവിടെ ഈ കോഫിഷ്യന്റ് കണ്ടുപിടിക്കുന്ന ഇന്റഗ്രേഷനിൽ ഡി എക്സ് ആണ് വരേണ്ടത്. സോ ദാറ്റ്സ് അബൌട്ട് ദി ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് ഈവൻ ഓർ ഓഡ് ഫംഗ്ഷൻസ്. നമ്മൾ ഫൊറിയർ സീരീസ് പഠിച്ചപ്പോൾ ഹാഫ് റേഞ്ച് സീരീസ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൊസൈൻ സീരീസ്, സൈൻ സീരീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് ഓഫ് എക്സ് ഒരു സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ, സീറോയുടെ ഒരു സൈഡിലേക്ക് ഫംഗ്ഷൻ തന്നിട്ടുള്ളൂ എങ്കിൽ അതിന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് either ഓഡ് ആക്കാം അല്ലെങ്കിൽ ഈവൻ ആക്കാം. ഈവൻ ആക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എക്സ്പാൻഷനിൽ സൈൻ ടേംസ് ഉണ്ടാവില്ല. അപ്പൊ എന്ത് കിട്ടും? ഒരു കൊസൈൻ സീരീസ് കിട്ടും. അതേപോലെ ഓഡ് ആയിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ എക്സ്പാൻഷനിൽ കോസ് ടേംസ് ഉണ്ടാവില്ല. സോ ദാറ്റ് വിൽ ബി എ സൈൻ സീരീസ്. സിമിലർലി സപ്പോസ് നമ്മുടെ എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആറിൽ ഡിഫൈൻ ചെയ്യുന്നതിന് പകരം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡിഫൈൻ ചെയ്യുന്നതിന് പകരം എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ എങ്കിൽ, അതായത് വൺ സൈഡിൽ മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ എങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. വേണമെങ്കിൽ 0 ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് മാത്രം, 0യുടെ റൈറ്റ് സൈഡിലേക്ക് മാത്രം ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനെ നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് രണ്ട് രീതിയിലുള്ള ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ പോസിബിൾ ആണ്. ഒന്നുകിൽ അത് കൊസൈൻ ഇന്റഗ്രൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ സൈൻ ഇന്റഗ്രൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ദ ഐഡിയ ഈസ് ദിസ്: നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷനെ നമ്മൾ സിമെട്രിക് ആയിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വിചാരിക്കുക. യു ജസ്റ്റ് നീഡ് ടു തിങ്ക് ഓഫ് എക്സ്റ്റൻഷൻ. അല്ല, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിനെ ഈവൻ ഫംഗ്ഷൻ ആയിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക, മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയിലേക്ക്. ആ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ബി ഒമേഗ 0 ആയി. സോ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് കൺസിഡർഡ് ആസ് ആൻ ഈവൻ എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ, അതായത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഈവൻ എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയിലേക്ക് ഫംഗ്ഷനെ കൊണ്ടുപോകുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കിട്ടുന്ന ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആണല്ലോ. പുതിയ ഫംഗ്ഷൻ നമുക്ക് F1 എന്ന് വിളിക്കാം. ആ F1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ F1 ഇൻറ്റു സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഡായി പോകും. അപ്പൊ അതുകൊണ്ട് ബി ഒമേഗയുടെ വാല്യൂ ഓട്ടോമാറ്റിക്കലി എന്താവും? 0 ആവും. ഓക്കെ, അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് എഴുതാം ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. ആൻഡ് ദിസ് എക്സ്പാൻഷൻ ഇസ് വാലിഡ് ഓൺലി ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. കാരണം ഇവിടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് പോസിറ്റീവ് സൈഡിൽ മാത്രമാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ മാത്രമാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു എക്സ്പാൻഷൻ വാലിഡ് ആവുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ മാത്രമാണ്. അങ്ങനെയുള്ള എക്സ്പാൻഷനാണ് നമ്മൾ ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദിസ് എക്സ്പ്രഷൻ വിത്ത് യുവർ എ ഒമേഗ is equal to 1/π integral minus infinity to infinity the extended function cos omega x dx എന്നാണ് വരിക. അപ്പൊ എക്സ്റ്റെൻഡഡ് ഫംഗ്ഷനെ നമുക്കറിയാം, എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയെ 2 ടൈംസ് എഴുതാൻ പറ്റും. 2 ടൈംസ് 1/π അല്ലെങ്കിൽ 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ മാത്രം എടുത്താൽ മതി. എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് എഴുതാൻ പറ്റും. ഓക്കെ, so that's called the Fourier cosine integral representation. Similarly, നമ്മൾ ഈ എഫ് ഓഫ് എക്സിനെ നമുക്ക് വേണമെങ്കിൽ ഈ ടോട്ടൽ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നത് ഒരു ഓഡ് രീതിയിലാണെന്ന് വിചാരിക്കുക. Then you can think of extending the function as an odd function. ഓഡ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? f2x ആ എക്സ്റ്റൻഷൻ നമ്മൾ ടോട്ടൽ ഒറിജിനൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, റൈറ്റ് സൈഡിലേക്കുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നും ടോട്ടൽ ഫംഗ്ഷനെ f2x എന്ന് വിളിക്കുകയാണെങ്കിൽ
f2x into cos omega x ഓഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ a ഒമേഗ എന്തായി പോകും? 0 ആയി പോകും. കാരണം a ഒമേഗ വരുന്നത് എന്താണ്? f2x into cos omega x ആണ്. f2x എന്ന് പറയുന്നത് ഓഡാണ്. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഉള്ള എക്സ്റ്റൻഡഡ് ഫംഗ്ഷൻ, അത് ഓഡാണ്. അതുകൊണ്ട് ഓഡ് ഇൻറ്റു ഈവൻ ഓഡ് ആവുന്നത് കൊണ്ട് ഇന്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും. പക്ഷെ ബി ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഈ എക്സ്റ്റൻഡഡ് ഫംഗ്ഷന്റെ ബി ഒമേഗയാണ്. അതായത് 1/π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ്റ്റൻഡഡ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇപ്പൊ നമ്മുടെ ഈ ഉള്ളിലുള്ള ഫംഗ്ഷൻ ഇന്റഗ്രാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. കാരണം രണ്ട് ഓഡ് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് എഴുതാം? 2 ടൈംസ് എന്ന് എഴുതാൻ പറ്റും. 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, സോ യുവർ എഫ് ഓഫ് എക്സ് ബിക്കംസ് integral 0 to infinity b omega sin omega x d omega, which is valid for x greater than 0. This is called the Fourier sine integral representation of f of x for x greater than 0. So altogether it says simply like this: f of x for x greater than 0 മാത്രമാണ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കുന്നതെന്ന് വിചാരിക്കും. പോസിറ്റീവ് സൈഡിൽ മാത്രമാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നെങ്കിൽ അതിന് രണ്ട് എക്സ്പാൻഷൻ, നമുക്ക് രണ്ട് റെപ്രസെന്റേഷൻ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് വൺ ഇസ് കോൾഡ് cosine integral representation, that is given by f of x equal to integral 0 to infinity a omega cos omega x d omega, where a omega is 2/π integral 0 to infinity f of x cos omega x dx. Second representation is sine integral representation, Fourier sine integral representation എന്ന് പറയും. f of x equal to integral 0 to infinity b omega sin omega x d omega, where b omega is 2/π integral 0 to infinity f of x into sin omega x dx. ഇതാണ് കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷനും സൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷനും. ഇത് രണ്ടും പോസിബിൾ ആണ്. എങ്ങനെയുള്ള ഫംഗ്ഷൻസിന്? റൈറ്റ് സൈഡിലേക്ക് മാത്രം ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻസിന് ലെഫ്റ്റ് സൈഡിലേക്ക് ഡിഫൈൻ ചെയ്താലും നമുക്കിത് സെയിം ഈസ് ആപ്ലിക്കബിൾ. അപ്പൊ അവിടെ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്ന് എഴുതണം മാത്രം. ഇതല്ല, ഇവിടെ എ ഒമേഗയുടെ വാല്യൂ എഴുതുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്ന് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. നോർമലി പോസിറ്റീവ് സൈഡിലാണ് ഫംഗ്ഷൻ തരാറ്. Now let us see an example. ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഫോർമുലാസ് നോക്കാം. ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ്, അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ചെയ്ത് കിട്ടുന്ന എക്സ്പ്രഷൻ ഇതായിരിക്കും. ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് ഡി എക്സ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു എ സൈൻ ബി എക്സ് പ്ലസ് ബി കോസ് ബി എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. കാരണം നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ഇ റേസ് ടു എ എക്സ് വരാം, കോസ് ബി എക്സ് വരാം, സൈൻ ബി എക്സ് വരാം, അങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഒക്കെ വരുന്നതുകൊണ്ടാണ് ഇത് നമ്മൾ ചില പ്രോബ്ലംസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ സിമ്പിൾ ആപ്ലിക്കേഷൻ ആണ്. Now let us see an example. Consider the function f of x equal to e raised to minus x for x greater than 0. അപ്പോൾ ഇവിടെ x പോസിറ്റീവ് സൈഡിൽ മാത്രമേ ഫംഗ്ഷൻ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷനും കാണും, നമ്മൾ സൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ കാണും. അപ്പോൾ നമ്മൾ ആദ്യം കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണ് ചെയ്യുന്നത്. സോ assume the function has been extended as an even function. അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എക്സ്റ്റെൻഡ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അസ്യൂം ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ തന്നെയാണ്. where a omega is equal to 2/π integral 0 to infinity f of x e raised to minus x ആയതുകൊണ്ട് e raised to minus x into cos omega x dx എന്ന് വരും. That if you integrate, അപ്പോൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2/π into 1/1 plus omega square എന്ന് കിട്ടും. അപ്പോൾ അതാണ് എ ഒമേഗ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എഫ് ഓഫ് എക്സ് അതായത് ഇ റേസ് ടു മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity 2/π 1/1 plus omega square into cos omega x d omega എന്ന് എഴുതാം. And this is called the cosine integral representation. ഇതേ ഫംഗ്ഷന്റെ സൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എങ്ങനെയാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ it is extended as an odd function. So f of x is equal to integral 0 to infinity b omega sin omega x d omega, where b omega is given by 2/π integral 0 to infinity e raised to minus x into sin omega x dx. Again ആ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്റഗ്രലിന്റെ ലിമിറ്റ് 0 ഇൻഫിനിറ്റി കൊടുക്കുന്ന സമയത്ത് വാട്ട് യു ഗെറ്റ് ഇസ് 2/π into omega by 1 plus omega square എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒറിജിനൽ റെപ്രസെന്റേഷൻ എഴുതാം. e raised to minus x is equal to integral 0 to infinity 2/π omega by 1 plus omega square sin omega x d omega എന്ന് കിട്ടും. So that is the sin integral representation. അവിടെ ഞാൻ ഈ ഫോർമുലയിൽ ബി ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെ ഫംഗ്ഷനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് സൈൻ ഒമേഗ എക്സ് ഇന്റഗ്രൽ ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ സൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് വിളിക്കുന്നത്.